upon a time, once upon a time, once upon a time, ooh ooh. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ നമസ്കാരം. അമൃത ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വൺസ് അപ്പോൺ എ ടൈം സീസൺ 3 ഗ്രാൻഡ് ഫിനാലയിൽ ഞങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നു ദാറ്റ് വി വിൽ ബി ബാക്ക് വിത്ത് എ ബ്രാൻഡ് ന്യൂ സീസൺ. അതെ, സീസൺ 4 എത്തിയിരിക്കുകയാണ്. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ്. സീസൺ 4ന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സീസൺ എക്സ്ക്ലൂസീവ്ലി തയ്യാറാക്കിയിരിക്കുന്നത് ഫീമെയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡപ്പ് കോമഡി രംഗത്ത് പ്രതിഭ തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ രത്നങ്ങൾക്ക് വേദി ഒരുക്കുകയാണ് വൺസ് അപ്പോൺ എ ടൈം സീസൺ 4. നമ്മുടെ ഈ ഒരു ബ്രാൻഡ് ന്യൂ സീസണിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ എപ്പിസോഡിലും 2 പെർഫോമൻസുകളായിരിക്കും ഉണ്ടായിരിക്കുക. പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സമ്മാനങ്ങളുണ്ട്. 2 പെർഫോമൻസുകളിൽ മികച്ചു നിൽക്കുന്ന പെർഫോമൻസിലെ 1ാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് അവാർഡാണ്. അതോടൊപ്പം 2ാം സമ്മാനം നൽകുന്നത് പറക്കാട് നേച്ചർ റിസോർട്ട് നൽകുന്ന ക്യാഷ് പ്രൈസും. ഇനി നമ്മുടെ ഷോയിലേക്ക് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ വെൽക്കം ചെയ്യുകയാണ്. നമ്മുടെ 3 സീസണുകളിലും ഒരു സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് നിലകൊണ്ടു നിന്ന നമ്മുടെ സ്വന്തം സാരഥി ക്ഷണിക്കുന്നു. ലെറ്റ്സ് വെൽക്കം അവർ വെരി ഓൺ രമേശ് പിഷാരടി. വെൽക്കം രമേശ് ഏട്ടാ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ 4ാം സീസണിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. ഈ അവസരത്തിൽ കഴിഞ്ഞ 3 സീസണുകളിലും അതിൻ്റെതായ പുതുമകളും വ്യത്യസ്തതകളും എല്ലാം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പരിപാടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നിങ്ങൾ നൽകിയൊരു സ്നേഹം കൊണ്ടാണ് ഈ ഒരു ചെറിയ പരിപാടി 4 സീസണുകളാകാൻ പറ്റുന്നത്. കഴിഞ്ഞ സീസണുകളെല്ലാം ഞങ്ങൾ പൊതുവെ നോക്കിയപ്പോൾ എപ്പോഴും ആൺകുട്ടികളായിരുന്നു ഇതിൽ കൂടുതലും പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് ആൺകുട്ടികൾ വരുന്നു, അതിൻ്റെ പ്രപ്പോർഷൻ നോക്കുമ്പോൾ വളരെ കുറച്ച് പെൺകുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ എക്സ്ക്ലൂസീവായി നർമ്മം പറയാനറിയുന്ന, അവതരിപ്പിക്കാൻ അറിയാവുന്ന പെൺകുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി ചെയ്യാം എന്ന ആലോചന ഉണ്ടാകുകയും അത് അമൃത ടി വിയുമായി പങ്കുവയ്ക്കുകയും ചെയ്തപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള റിസ്കുകൾ പുതുമയെ എന്നും ഇഷ്ടപ്പെടുന്ന അമൃത ടി വി സ്വീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. അമൃത ടി വിയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ഒപ്പം നമുക്ക് ഒരുപാട് മികച്ച പ്രതിഭകളെ ഈ പരിപാടിയിൽ ലഭിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രകടനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇതിന്റെ മുൻ സീസണുകളിൽ ജയറാമേട്ടനും ദിലീപേട്ടനും കുഞ്ചാക്കോ ബോബനും ടോവിനോയും ഉണ്ണി മുകുന്ദനും ജയസൂര്യയും നമുക്കറിയാവുന്ന ഒരുപിടി മികച്ച ഹാസ്യ താരങ്ങളും അഭിനേതാക്കളും അഭിനേത്രിമാരും എല്ലാം പല കാലങ്ങളിലായി ഈ പരിപാടികളിൽ വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഈ സീസണിൽ മത്സരം ഓരോ എപ്പിസോഡുകളിലും ഓരോ മത്സരങ്ങളായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നർമ്മം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു വനിതാ രത്നം തന്നെ സ്ഥിരം ജഡ്ജായിട്ട് നമ്മളോടൊപ്പം എത്തുകയാണ്. അവർ നല്ലൊരു നർത്തകിയാണ്, അധ്യാപികയായിരുന്നു. നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ നമ്മളെ പലതവണ ചിരിപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. കുടുംബ പ്രേക്ഷകരുടെ മുന്നിൽ മനസ്സിൽ ഇടം നേടിയ പ്രിയപ്പെട്ട കലാകാരി നമ്മുടെ സ്ഥിരം ജഡ്ജിനെ സ്വാഗതം ചെയ്യുന്നു, രചന നാരായണൻകുട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊരു വളരെ ആവുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലേ? സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഷോ പല പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ മലയാളത്തിലല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടും അത് അമൃത ടി വി ഇങ്ങനെ ഒരു ഷോ കണ്ടക്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. അതിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം. പ്രിയ സുഹൃത്തായിട്ടുള്ള വിഷുവിൻ്റെ കൂടെ ആ ജഡ്ജ്മെന്റ് സീറ്റിലിരിക്കാൻ സാധിക്കുന്നു എന്നുള്ള സന്തോഷം. ഞാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ടാണ് വിഷു എന്നെ വിളിച്ചത്. പിന്നെ എന്തിനാന്നറിയോ, എനിക്ക് ചിരിക്കാൻ നന്നായിട്ട്. തമാശയ്ക്ക് ചിരി പോലൊരു പ്രോത്സാഹനം വേറൊന്നുമില്ല. ഇനി നമ്മുടെ ഇന്നത്തെ ഒരു വിശിഷ്ട അതിഥിയെ ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫോൺ വിളിച്ചിട്ട് പാട്ട് വെച്ചു കൊടുക്കുന്ന പരിപാടികൾ പലതരത്തിൽ പല അളവിൽ തൂക്കത്തിലെല്ലാം എല്ലാ ചാനലുകളും ഉള്ള കാലത്ത് ലൈവാണ് എല്ലാ പരിപാടികളും. അങ്ങനെ ഫോണിൻ പ്രോഗ്രാം ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന ഒരാൾ പിന്നീട് അവർ പഠിക്കുന്നു, അവർ ഈ ഒരു കലാമേഖല ഉപേക്ഷിക്കുന്നു, അവർ വലിയൊരു അഡ്വക്കേറ്റ് ആകുന്നു. അവർ അഡ്വക്കേറ്റ് ആയ ശേഷം ഞാനും ഹരിയും കൂടെ തന്നെ ഞങ്ങളുടെ സിനിമ ആലോചിക്കുന്ന സമയത്ത് അതിലൊരു അഡ്വക്കേറ്റ് കഥാപാത്രം വേണം. റെഗുലർ കോണ്ടാക്റ്റുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഹരി എന്നോട് പറഞ്ഞു, നമ്മളോടൊപ്പം ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ലേ, നമുക്ക് അവരെ വിളിച്ചാലോ എന്ന് പറയുന്നു. നമ്മൾ വിളിക്കുന്നു, ഒന്ന് സംശയിക്കുന്നു, അതിനുശേഷം അവരെത്തുന്നു. എത്തിയ ശേഷം ഇന്ന്
തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ നേര് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായി വളർന്ന മികച്ച അഭിനേത്രി, എഴുത്തുകാരി തുടങ്ങിയ ബഹുമുഖ പ്രതിഭയെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണെന്നുള്ള നിലയിൽ വളരെ പ്രസക്തിയുണ്ട് അവരുടെ സാന്നിധ്യത്തിന്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആ വിജയ തിളക്കമാർന്ന ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ശാന്തി മായ ദേവി. വൺസ് അപ്പോൺ എ ടൈമിൻ്റെ 4th സീസണിൽ സ്പെഷ്യലി സ്ത്രീ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പിഷുവിനോടും ഹരിയേട്ടനോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് സോ ഹാപ്പി ടു ഷെയർ എ സ്റ്റേജ് വിത്ത് രചന ടു. താങ്ക് യു സോ മച്ച്. തിരക്കഥാ രചന എന്ന് പറയുന്നത് റാം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ലാലേട്ടനോട് ആ കഥ പറയുന്നത്. അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കുന്നു. ശാന്തിയെ അവതാരകയായി അറിയാം, അഭിനേത്രിയായിട്ടൊക്കെ അറിയാം. എഴുതാൻ പറ്റും എന്ന് ശാന്തിക്ക് തോന്നിയത് എപ്പോഴാണ് ശാന്തി? ഈ എഴുത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും എനിക്ക് വാക്കുകൾ നമ്മൾ പറയില്ല നിർഗളമായിട്ട് വന്നു. അതൊന്നും അല്ല, വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതെ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ മലയാളം എഴുതുമ്പോൾ ആ ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഓർത്തത് പണ്ട് നേരത്തെ ഈ പറഞ്ഞ പോലെ ഫോൺ ഇൻ പ്രോഗ്രാംസിനൊക്കെ മുന്നേ ഫുൾ ടിക്കറ്റ് ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രോഗ്രാംസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഹരി പി നായർ, ഹരിയേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഹരിയേട്ടൻ അന്ന് എന്നെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ വായിച്ച് ഹൃദയസ്ഥമാക്കിയ സ്ക്രിപ്റ്റുകളിലൂടെയാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇവർ രണ്ടുപേരോടും സ്നേഹമാണ് എപ്പോഴും ഉള്ളത്. അതെല്ലാം ചില നിമിത്തങ്ങൾ മാത്രമാണ്. ആരുടെയും ജീവിതയാത്രയിൽ നമ്മൾ ആർക്കും ഒരു ക്രെഡിറ്റുകളും ഒന്നും തന്നെ ഇല്ല. അത് അവരുടെ ഒരു പ്രതിഭയുടെ കഴിവുകൊണ്ട് തന്നെ എത്തുന്നതാണ്. എന്നാൽ ഗാനഗന്ധർവനിലെ മമ്മൂക്കയെ കോടതിയിൽ നിന്ന് ഇറക്കുന്നു, അവിടെ നിന്നും വിജയിയെ ലിയോയിൽ കോടതിയിൽ നിന്ന് ഇറക്കുന്നു, ലാലേട്ടന് കേസ് കൊണ്ട് കൊടുക്കുന്നു. ഈ വലിയ വലിയ സ്റ്റാർ ചിത്രങ്ങളിലേക്കെല്ലാം ടക്കെ എന്ന് പറഞ്ഞ് പോവുകയാണ്. അത് ശാന്തിയെ പരിചയപ്പെടുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആ പൊട്ടൻഷ്യൽ മനസ്സിലാവും. നമ്മളങ്ങനെ വെറുതെ ഒരു ആഗ്രഹ സിനിമാക്കാരിയല്ല. സിനിമ ശാന്തിയെ തേടിയാണ് പോയത്. ശാന്തി സിനിമ തേടി എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെന്നോ പോയിട്ടുണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ജിത്തു ജോസഫ് സാർ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ ശാന്തിക്കുണ്ട്. ലാലേട്ടൻ്റെ വലിയ പിന്തുണയുണ്ട്. ആന്റണി ചേട്ടൻ്റെ വലിയ പിന്തുണയുണ്ട്. ലിൻഡ, ജിത്തു ചേട്ടൻ്റെ ഭാര്യ, ഇവരെല്ലാമായിട്ടുള്ള ഒരു വലിയ പിന്തുണയുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള പിന്തുണകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് പേരെ പിന്തുണയ്ക്കാനും മുന്നിലേക്ക് പോകാനും ശാന്തിക്കാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. വൺസ് അപ്പോൺ എ ടൈമിന്റെ സീസൺ 1, 2, 3 കലാലോകത്തെ പ്രമുഖരാണ് തിരിതെളുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മുടെ സീസൺ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തുടങ്ങുവാൻ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊപ്പം വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു നമ്മുടെ ഷോ ഡയറക്ടർ ഹരി പി നായർ, നമ്മുടെ DOP അജയൻ സർ, ഗ്രൂമർ രതീഷ് കാരക്കാട്, സുധീർ പറവൂർ, നമ്മുടെ പ്രിയപ്പെട്ട കേശവ് മാമൻ, ഒപ്പം സീസൺ 3 വിന്നറായ നെൽസൺ. ഇവരെല്ലാവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കാം പ്ലീസ്. വൺസ് അപ്പോൺ എ ടൈം 4ാമത്തെ സീസണിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിനാരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒപ്പം പ്രേക്ഷകർക്കും സ്നേഹം, നന്ദി. അമൃത TV, RP എൻ്റർടൈൻമെൻറ്റ്സ് തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഇന്ന് സീസൺ 4ൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ പങ്കെടുക്കുന്നവർ ഇത്തവണ കൂടുതൽ സ്ത്രീകൾ മാത്രമാണല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല മാതൃകയാകുന്ന ഒരാളായിരിക്കണം ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും വിളിക്കാൻ അനുയോജ്യയായ ഒരാളാണ് ശാന്തി. ഞാൻ വ്യക്തിപരമായി ഈ അവസരത്തിൽ എൻ്റെ ഒരു അഭിമാനം, എൻ്റെ ഒരു ആനന്ദം പങ്കുവയ്ക്കുന്നു. കാരണം ഈ വുമൺ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു മോഡൽ ശാന്തിയാകുന്നത്, ശാന്തിയെ ഞാൻ പരിചയപ്പെട്ട ശാന്തി വിദ്യാർത്ഥിനിയായിരുന്ന കാലം മുതൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഉള്ള തലത്തിലേക്കുള്ള അവരുടെ ഉയർച്ച, വളർച്ച, അതിൻ്റെ പുറകെയുള്ള അധ്വാനം, ശ്രമം, അപ്പോഴൊക്കെയും നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടും മനസ്സോടും കൂടി പെരുമാറുന്നതിലുള്ള മികവ് എല്ലാം നല്ല ഉദാഹരണം. ആ ഒരു അഭിനന്ദനം കൂടെ അറിയിക്കുന്നു. സീസൺ 4 ഏറ്റവും ഗംഭീരമാകാൻ നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. കേശവ മാമൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പരിപാടി 4ാമത്തെ സീസണിലെത്തുമ്പോൾ തന്നെ മാമന് ഒരുപാട് വളർച്ചയുണ്ടായി. അതായത് ഇപ്പോൾ സിനിമയിലേക്കായാലും സ്റ്റേജ് പ്രോഗ്രാമായാലും വിദേശയാത്രകളായ കൂടി അതിനൊക്കെ കാരണമായെന്ന് പറഞ്ഞാൽ ശരിക്കും അതും കണ്ടെത്തൽ തന്നെ, പിഷാരുടെ കണ്ടെത്തൽ തന്നെ ഉണ്ടായില്ലേ. താങ്ക് യു സോ മച്ച്.
കഴിഞ്ഞ സീസണിലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് നല്ല നർമ്മങ്ങൾ പറഞ്ഞുകൊണ്ട് വിജയിയായി 7 ലക്ഷം രൂപ സ്വന്തമാക്കി ഈ വേദിയിൽ നിന്ന് പോയി നമുക്കുള്ള മധുരവുമായിട്ട് വന്ന ആളാണ് നെൽസൺ. നെൽസൺ, 2 വാക്ക്. കഴിഞ്ഞ സീസണിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരികയും തുടർന്ന് ഇവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. രമേശ് ചേട്ടൻ്റെ കയ്യിൽ നിന്നും ഹരിസാറിൻ്റെ കയ്യിൽ നിന്നും RP എൻ്റർടൈൻമെൻറ്റ്സിൻ്റെയും അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും തുടർന്നും ഇപ്പോൾ പുതിയ കലാകാരികൾക്ക് ഇനി അങ്ങോട്ട് കിട്ടാൻ പോവുകയാണ് ഇതേ പ്രോത്സാഹനങ്ങളും തുടർന്നും. സോ എല്ലാവരും സ്റ്റാൻഡപ്പിനെ സ്നേഹിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ നടക്കും. എപ്പിസോഡിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് 2 പേരുടെ നിങ്ങൾക്കായിട്ടുള്ള സീറ്റ് റെഡിയാണ്, അങ്ങോട്ടേക്ക് ഇരിക്കാം. ഹലോ ഹലോ, ആ തുടങ്ങിയാ? ദേ വിളക്കൊക്കെ കത്തിച്ചു. ഇത് എവിടെ ഇത്? അയ്യോ, എനിക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല, താമസിച്ചു പോയി, വണ്ടി ബ്ലോക്കായി പോയി. അയ്യോ, ഇത് ഇത് ഇത്തവണത്തേക്ക് ക്ഷമിക്കാം, പക്ഷെ ഇനി ഇങ്ങനെ താമസിക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ വന്നിട്ട് തുടങ്ങാൻ പാടില്ലായിരുന്നു. അയ്യോ, അത് എന്താണെന്നറിയോ, ശാന്തിക്ക് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞു. രചനയും ഒക്കെ ഇങ്ങനെ നമ്മൾ തുടങ്ങേണ്ട പരിപാടി, അതുകൊണ്ടാണ്. ഇതിപ്പോ ഡയാനയുടെ ഒരു ബന്ധു എന്നുള്ള പരിഗണനയിലാണ് നമ്മൾ ഇത് എടുക്കുന്നത് തന്നെ. ഞാൻ വന്നോളാം. അപ്പൊ ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. ഓക്കെ. നമ്മുടെ ഈ സീസൺ 4-ൽ ഒരാളും കൂടെ നമ്മളോടൊപ്പം ഈ യാത്രയിൽ മുഴുനീളെ ഉണ്ടാകും. സാധാരണ നമ്മുടെ കൂടെ ഷൂട്ടിങ്ങിന് എപ്പോഴും വരാറ് ഡയാനയുടെ അമ്മയാണ്. ഡയാനയുടെ അമ്മ വരാറുണ്ട്. ഇന്ന് ഡയാനയുടെ അമ്മയല്ല വരുന്നത്, ഡയാനയുടെ താത്തയാണ് നമ്മളോടൊപ്പം ഈ യാത്രയിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ഒരു വകയിലെ മൂത്താപ്പാടെ ഭാര്യയാണ് നമ്മൾ എല്ലാവരും താത്താന്ന് വിളിക്കുന്നത്. ഒരു വലിയ പ്രത്യേകത ഉണ്ട് ഈ താത്തയ്ക്ക്. 3 ദശകങ്ങളായി ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രം തുടർച്ചയായി എല്ലാ കൊല്ലവും വേദികളിലും ടെലിവിഷനിലും എല്ലാം നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ കഥാപാത്രമാണ്. ആ ഒരൊറ്റ കഥാപാത്രം നമ്മളെ പലതവണ ചിരിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഓഡിയോ കാസറ്റുകൾ, നിരവധി ടെലിവിഷൻ പരിപാടികൾ, 1-2 ചിത്രങ്ങളിൽ അതേ വേഷത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിൽ മലയാളികളുടെ ചിരിയുടെ പര്യായമായി മാറിയ ഒരു സ്ത്രീ കഥാപാത്രമാണ്. ആ കഥാപാത്രം നമ്മളോടൊപ്പം ഈ യാത്രയിലുണ്ടാവും. ഡയാനയുടെ താത്ത കൂടിയാണ്. താത്ത പ്രോ മാക്സിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെറും താത്തയല്ല, താത്ത പ്രോ മാക്സ്. ഫേസ്ബുക്കിൽ റീൽസുകളിൽ ട്രെൻഡിങ്ങിൽ എല്ലാരും ഉണ്ടല്ല. പിന്നെ നമ്മുടെ മോളാണല്ല, ഇവള് ചെറുതായിരുന്നപ്പോഴേ ഉറങ്ങാനായിട്ട് ഭയങ്കര വാശി കൊടുത്ത കിടത്തി ഉറക്കൂല. കാരണം ഞാൻ പാട്ട് പാടി കൊടുത്താ ഉറക്കിക്കൊണ്ടിരുന്ന. ശരിക്കും ഏത് പാട്ട്? ഐസകദീശ പാത്തുമ്മ, ഐസകദീശ പാത്തുമ്മ, കദീശുമ്മ കദീശുമ്മ, കുന്തല്ലേ തള്ളല്ലേ പന്തല് പൊളിഞ്ഞാടും, പന്തല് പൊളിഞ്ഞാടും, കുത്തിരിക്കി ആ കുത്തിരിക്കി ആ കുത്തിരിക്കി കുത്തിരിക്കി, ഡബ്ബർ കട്ടുമ്മേ ഡബ്ബർ കട്ടുമ്മേ, കുടിക്കാൻ കൊടുക്ക് കുടിക്കാൻ കൊടുക്ക് കുടിക്കാൻ കൊടുക്ക് കുടിക്കാൻ കൊടുക്ക് കുടിക്കാൻ കൊടുക്ക് കുടിക്കാൻ കൊടുക്ക്, ഗ്ലൂക്കോസും വെള്ളവും ഗ്ലൂക്കോസും വെള്ളവും, എന്നോട് കളിക്കണ്ട ഉണക്കപ്പൂട്ടേ, മൈസൂര് പയം കൂട്ടി അടിക്കും നിന്നെ. നിങ്ങൾ പൊട്ടാണെങ്കിൽ നമ്മൾ പൊട്ടും കുറ്റാണ്, നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാണ്. ആ ഐസകദീശ പാത്തുമ്മ കദീശുമ്മ. ഇപ്പൊ മനസ്സിലായില്ല എന്താ ഉറങ്ങാത്തെന്ന്. ഈ ഒറ്റ താരാട്ടുകാരനാണ് ഇതാരാ ഇരിക്കണേ? മോളെ, എന്തോ മോളുടെ പടം ഞാൻ കണ്ടട്ടാ. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? നല്ല അടിപൊളി പടം. പക്ഷെ മോഹൻലാലിനെ ഞാൻ നേരി കണ്ടു. എപ്പോ കണ്ടു? എവിടെ? ഞാൻ നേരി കണ്ടുന്നേ. എവിടെ വെച്ച്? അതല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ നേരി കണ്ടിട്ടുണ്ടെന്ന്. സിനിമയിൽ കണ്ട ഞങ്ങളോർത്തു നിങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടെന്ന് ഓർത്തു ലാലേട്ടനുമായിട്ട്. ഇപ്പൊ മോഹൻലാലായിട്ട് നല്ല ബന്ധമല്ലേ? അതെ അതെ, ഞാനും മോഹൻലാലായിട്ട് നല്ല ബന്ധ. ആണോ? പിന്നെ എന്നെ പറ്റി സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ പുള്ളി. ഏത് പാട്ട്? മോഹൻലാല് നിങ്ങളെ പറ്റി സിനിമ പാടിയിട്ടുണ്ട്. ബ്ലസ്സിയുടെ പടം.
ബ്ലസ്സിയുടെ പടത്തിൽ ഏത് പടത്തിൽ പാടി? ഭ്രമരം എന്ന് പറഞ്ഞ പടമില്ലേ? ഭ്രമരം എന്ന് പറഞ്ഞ പടത്തിൽ താത്തയെ പറ്റി പാട്ടൊന്നുമില്ലല്ലോ. പാടിയിട്ടില്ല എന്നാ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? ഏത് പാട്ട്? അണ്ണാറക്കണ്ണ. അണ്ണാറക്കണ്ണനും താത്തയായിട്ട് എന്താ ബന്ധം? ഒന്ന് പാടിക്കേ. പാടിയ മോള്. അണ്ണാറക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അടുത്ത പരിപാടി. മൂവാണ്ടൻ മാവേ വാവ ഒരു കണി താത്ത താത്ത. പിന്നെ ഇവൻ എന്നെ പറ്റി ഒരു പാട്ട് എടുത്തിട്ടുണ്ട്. അതേതാ? ഇതിന്റെ സിനിമയുടെ ഒരു പേരുണ്ടല്ലോ. എന്താ അത്? പഞ്ചവർണ്ണ താത്ത. അത് താത്തയല്ലേ? താത്തയാ. ആ ഇംഗ്ലീഷിൽ എഴുതുമ്പോ താത്തന്നല്ലേ? എന്നാ പിന്നെ താത്തയൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഇരിക്കാം. അധികം ഇവിടെ നിൽക്കണ്ട. വരും. താത്ത അവിടെ ഇരുന്നോ കേട്ടോ. ശാന്തിയുടെ അടുത്തിരുന്നോ. താത്ത എന്റെ അടുത്ത്. അങ്ങനെ Once Upon a Time സീസൺ 4-ലെ ആദ്യത്തെ മത്സരത്തിലേക്ക് കടക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം ദി കണ്ടസ്റ്റന്റ്സ് ലിയ ആൻഡ് മാളു. മാളു ആൻഡ് ലിയ, Once Upon a Time സീസൺ 4-ലെ ആ മത്സരം നിങ്ങളാണ് തുടങ്ങി വെക്കാൻ പോകുന്നത്. ഭയങ്കര സന്തോഷമാണ്. വെരി ഗുഡ്. അങ്ങനെ വേണം. അടിപൊളി. ഇതിന് വ്യത്യാസമായിട്ടുള്ള വേറെ സംബന്ധിച്ചാൽ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. സ്പെഷ്യലി ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാം. ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് നേരിട്ട് കാണുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൂടെ ഒക്കെ അറിയാം. പക്ഷെ ഇന്നത്തോടെ ആ ഫ്രണ്ട്ഷിപ്പ് തീരും ഇവിടെ നിന്ന് ഇറങ്ങും. അതിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ഒരു സീസണിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു കഥ പറയും. ഞങ്ങളല്ല കഥ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ശാന്തിയോട് നേരത്തെ പറഞ്ഞില്ലേ കഥ എപ്പോ വേണമെങ്കിലും ചോദിച്ചോളാം താത്ത പറഞ്ഞില്ലേ. താത്തയുടെ കയ്യിൽ ഇഷ്ടംപോലെ കഥകളുണ്ട്. താത്ത ഒരു കഥ പറയും. ആ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സിനിമാ കഥകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒറ്റ കഥയാണത്. അതിനകത്ത് 3 സിനിമകളുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. നിങ്ങൾ ആ 3 സിനിമയും ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ 3 സിനിമയും ഐഡന്റിഫൈ ചെയ്യുന്നവരായിരിക്കും ആദ്യമായിട്ട് പെർഫോം ചെയ്യുക. കഥ കേൾക്കാം. എന്നാ പിടിച്ചോ, കഥ പിടിച്ചോ. തന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി നാട്ടിൽ വന്നൊരു വലിയ തറവാട് വിലയ്ക്ക് വാങ്ങുന്ന നായകൻ. അയാൾ നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ മുടങ്ങിക്കിടന്ന ഉത്സവം നടത്താൻ ആവശ്യപ്പെടുന്നു. ഉത്സവം നടത്തി കടം കയറിയ അയാൾ കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. എന്നാൽ അയാൾ ചെന്നെത്തുന്നത് ബോട്ട് മുതലാളിയായ ഗംഗാധരന്റെ അടുത്താണ്. ഒരു പ്രമുഖ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ കടം തിരിച്ചടയ്ക്കാനാകാതെ തൻ്റെ ബോട്ട് പിടിച്ചുകൊണ്ടുപോയവരിൽ നിന്നും അത് തിരിച്ചെടുക്കാൻ നായകനെയും തൻ്റെ പണിക്കാരനെയും ഗംഗാധരൻ ജാമ്യത്തിൽ വയ്ക്കുന്നു. നായകനെ ജാമ്യത്തിലെടുക്കാൻ ഡൽഹിയിൽ നിന്നും ഒരു വിസിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഡ്വക്കേറ്റായ സുഹൃത്ത് നന്ദഗോപാൽ മാരാർ വരുന്നു. തന്നെ രക്ഷിച്ച സുഹൃത്തിനെ നായകൻ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴും ആ സുഹൃത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ചെമ്പട് മോനെ ചെമ്പ്. അടിപൊളി. സൂപ്പർ കഥ താത്ത. അടിപൊളി. പിന്നെ വിസിറ്റിങ്ങിനല്ല സിറ്റിങ്ങിനാണ്. വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നിഷോ എന്ന് പറഞ്ഞു. രണ്ടെണ്ണം കിട്ടി. മൂന്നാമത്തെ സിനിമ ഓർമ്മ വന്നു, പേര് ഓർമ്മ വരില്ല. ഫസ്റ്റ് ആറാം തമ്പുരാൻ, പിന്നെ പഞ്ചാബി ഹൗസ്, പിന്നെ നമ്മുടെ ലാലേട്ടന്റെ സിനിമയാണ്, പക്ഷെ പേര് കിട്ടണില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യത്തെ 2 ശരിയാണ് അല്ലേ? അതെ അതെ. മറ്റേ ആൾക്ക് 3 സിനിമയും പറയാൻ പറ്റുമോ? ശരിക്കും ഇത് എനിക്ക് ഒരെണ്ണേ അറിയണ്ടായിരുന്നുള്ളൂ. ആണല്ലേ? 3 ഉത്തരം പറയണം. പക്ഷെ ആ രൂപമൊക്കെ അറിയാം, പക്ഷെ സിനിമ സത്യം പറഞ്ഞ സിനിമയുടെ പേരൊന്നും എന്റെ ഓർമ്മയിലില്ല. അതാണ് കാര്യം. പക്ഷെ ഈ ചെമ്പ് ലാലേട്ടന്റെ പടമാണ്. ആറാം തമ്പുരാൻ, പഞ്ചാബി ഹൗസ്, ദേവാസുരം. അല്ല, ആറാം തമ്പുരാൻ, പഞ്ചാബി ഹൗസ്. ഈ ചെമ്പട് എന്ന് പറയുന്ന ആള് ചെമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ആളാണ്. മമ്മൂക്കയാണെന്ന് മനസ്സിലായി. വക്കീലായിട്ട് വന്നിട്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ പേര് ഓർമ്മയില്ല. 3 ഓപ്ഷൻ തരാം. കമലദളം, മണിച്ചിത്രത്താഴ്, നരസിംഹം. നിലവിൽ ഈ ചോദ്യത്തിന് കൂടുതൽ ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നത് നമ്മുടെ ലിയയാണ്. അപ്പോൾ കുട്ടി തന്നെ ആയിരിക്കും ആദ്യം പെർഫോം ചെയ്യുന്നത്. ഓക്കെ, റെഡി? ഓൾ ദി ബെസ്റ്റ്. സോ ലിയ ഓൺ സ്റ്റേജ്. നമസ്കാരം, ഞാൻ ലിയ അൻഷാദ്. ഞാൻ ജനിച്ചത് US-ലാണ്, പഠിച്ചതും വളർന്നതും ഒക്കെ UK-യിൽ. ഇപ്പോൾ ഹസ്ബൻഡുമായിട്ട് സെറ്റിലായിരിക്കുന്നത് UAE-ലാണ്. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതെല്ലാം പാലക്കാട് ആലത്തൂർ പഞ്ചായത്ത് തന്നെ. പഠിക്കാൻ പോയിട്ട് ഒന്ന് പ്രസവിക്കാൻ പോലും ആ ജില്ല വിട്ട് ഞാൻ പുറത്തു പോയിട്ടില്ല. പിന്നെ
ഞാനേ രമേശ് ചേട്ടാ ഈ സ്റ്റാൻഡപ്പ് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ ഇങ്ങനെ ഒരു സിമ്പിൾ കാണിക്കും. അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്രൂമേഴ്സ് പറഞ്ഞു ലിയ പറയുമ്പോൾ കൗണ്ടർ ഏതാന്ന് മനസ്സിലാവണില്ല എന്ന്. അപ്പൊ ഇങ്ങനെ ആക്കുന്നതാണ് കൗണ്ടർ. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച് ചിരിക്കണം കേട്ടോ. അതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേ ഇങ്ങനെയൊക്കെ കാണിക്കും. അത് സൂപ്പർ സ്റ്റാറിന്റെ ഫിഗർ പിടിക്കുന്നതല്ല, കയ്യിൽ എഴുതി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാ. അപ്പൊ പിന്നെ ചേച്ചി എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ സാറേ? എന്നാ തുടങ്ങട്ടെ. തുടങ്ങ സാറേ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഈ പാട്ടും വിശ്വസിച്ച് കല്യാണം കഴിച്ചവരാണ് കേരളത്തിലെ 85% പുരുഷന്മാരും. ആ ചേച്ചി ചോദിക്കണ 15 എവിടെയെന്ന്. അവർക്ക് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ലാട്ടാ. പക്ഷേ കെട്ടി കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത് ഈ പാട്ടി നമ്മുടെ സുരാജേട്ട സിനിമയിൽ പറയൂലേ അതുപോലെ, എടാ ഇത് ഇങ്ങനൊന്നും അല്ലടാ. അതെ, ഈ പാട്ടി പറഞ്ഞ ഭാര്യയല്ല നമ്മുടെ ഭാര്യ. സത്യം പറഞ്ഞ ആ പാട്ട് എഴുതിയ ആളുടെ സങ്കല്പത്തിലുള്ള ഭാര്യയെ കുറിച്ചാണ് പുള്ളി പറഞ്ഞതെന്ന്. അല്ലേ രമേശ് ചേട്ടാ? ഓ എന്തൊരു ധൈര്യം. തിരിച്ചു വീട്ടിൽ പോണ്ടേ? ഈ പാട്ട് എഴുതുന്നവർക്ക് ഇങ്ങനൊക്കെ എഴുതി വെച്ചാ മതി. പക്ഷേ സ്നേഹം വിടർത്തണോ അതോ അടിച്ചു കൊഴിക്കണോന്നൊക്കെ വന്നു കയറുന്ന കെട്ടിയന്മാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അല്ലേ? കാരണം ഇപ്പോഴത്തെ ഭാര്യയും അമ്മയും എല്ലാം ന്യൂ ജനറേഷനാ. കല്യാണത്തിന് മുമ്പേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ നമ്മൾ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. അതിനിപ്പോ കല്ലായാലും കനവൻ, പുല്ലായാലും പുരുഷൻ എന്നാണല്ലോ. അപ്പൊ പറഞ്ഞു വന്നത് ആ പുല്ലനെ പറ്റിയാ. സോറി ആ പുരുഷനെ പറ്റിയാ. അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞതാട്ടാ. സത്യം പറഞ്ഞ ഞാനും എൻ്റെ അമ്മയെ പോലെ ഉത്തമയായ ഒരു ഭാര്യയാണ്. കാരണം എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് ബാക്കിയുള്ള ചാറ് കൂട്ടി ഇച്ചിരി ചോറ് തിന്നും. ഞാനും അതുപോലെ വീട്ടിൽ ഇറച്ചി വെച്ചാൽ എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ള ചോറ് കൂട്ടി 2 ചപ്പാത്തി തിന്നും. ഡയറ്റ് ആയതുകൊണ്ടല്ല, ചോറ് ഞാൻ ആദ്യമേ ലെഗ് പീസ് കൂട്ടി കഴിച്ചിരിക്കും. പിന്നെ എൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ ഭർത്താവിൻ്റെ പാത്രം എടുത്തുകൊണ്ടുപോയി കഴുകി വയ്ക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല. കാരണം തന്നെത്താൻ വിളമ്പി തിന്നുന്ന ഭർത്താവിന് തൻ്റെ പാത്രം കഴുകാനുള്ള ട്രെയിനിങ്ങും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി എന്നെ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ KGF സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് തറയെ കിടന്ന ബണ്ണ് പൊടി തട്ടിയെടുത്ത് കൊച്ചിന് കൊടുക്കുന്ന ത്യാഗിയായ അമ്മയാണ് എൻ്റെ അമ്മ. ഞാനും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. പക്ഷേ കൊച്ചിൻ്റെ ബണ്ണും ബിസ്ക്കറ്റൊക്കെ ഞാൻ തന്നെ തിന്നിട്ട് കാക്ക കൊണ്ടുപോയി എന്നൊരു കള്ളം പറയുന്നു മാത്രം. ഇപ്പൊ കൊച്ചു വിചാരിച്ചിരിക്കുന്നതേ കാക്ക എന്ന് പറയുന്നത് ഒരു പക്ഷിയല്ല, തൻ്റെ തീറ്റ സാധനം കട്ടോണ്ട് പോകുന്ന ഏതോ ഒരു കള്ളനാണെന്നാ. പക്ഷെ ആ കള്ളനാണ് ഈ തള്ളയെന്ന് ആ പിള്ള എറിഞ്ഞ അവൻ അന്ന് എന്നെ കൊല്ലും. ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടാ, ഞങ്ങള് കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ കുട്ടിയൊക്കെ ആയി മനസമാധാനമായിട്ട് ജീവിക്കുമ്പോഴാണ് നാട്ടുകാർക്കും ബന്ധുക്കാർക്കും നിർബന്ധം ഇപ്പൊ തന്നെ 2ാമത്തെ കുട്ടി കൂടി ആവണമെന്ന്. അതിനവർ പറയുന്ന കാരണങ്ങൾ കേട്ടാ ഞെട്ടും. എടി മോളെ ഇപ്പൊ തന്നെ അടുത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് കളിക്കാൻ ആളില്ലാത്ത വിഷമം അങ്ങ് മാറിക്കിട്ടുമെന്ന്. കളിക്കാൻ ആളില്ല പോലും. ബട്ടൺ ഞെക്കിയ പാട്ട് പാടുന്ന മൊബൈൽ പോലെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഞാനും ചെണ്ടകൊട്ടയും ഒപ്പം ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യക്കൊരങ്ങനായ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ കളിക്കാൻ ആളില്ലെന്ന്. അതുപോലെ വേറൊരു ഡയലോഗാണ്, മോളെ ഇവൻ ഒറ്റയ്ക്ക് വളരുകയാണെങ്കിൽ ഇവന് ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ടെന്ന്. ഏത് പാതിരാത്രി 12 മണിക്ക് എണിച്ച് നോക്കിയാലും നല്ല ഫ്രഷ് മൈൻഡായിട്ട് കളിച്ച് ചിരിച്ചിരിക്കുന്ന അവനാണോ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് രാവേതാ പകലേതാന്നറിയാതെ ഉറക്കമില്ലാതിരിക്കുന്ന എനിക്കാണോ ഡിപ്രഷൻ വരിക? അതുപോലെ ഇവർ പറഞ്ഞതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡയലോഗാണ്, മോളെ ഇപ്പം അടുത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഇവർ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നത് നിനക്ക് കാണാലോ എന്ന്. 4 വർഷം കഴിയുമ്പോൾ ഇതിനെയും കൊണ്ടേ ദിവസത്തിൽ 1 തവണ മര്യാദയ്ക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റണില്ല. അപ്പോഴാണ് 4 വർഷം കഴിഞ്ഞ് ഇവർ സ്കൂളിൽ പോകുന്നത് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പൊ പിന്നെ ഈ പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാട്ടാ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവരെ വളർത്താൻ ഭയങ്കര പാടാണ്. കാരണം അവരെ അടിക്കാൻ പാടില്ല, അവരെ മുന്നിൽ വെച്ച് നമ്മൾ അടിയാവാൻ പാടില്ല, ബഹളം വെക്കാൻ പാടില്ല, സൗമ്യമായിട്ട് സംസാരിക്കണമെന്നാണ് ഡോക്ടർ വരെ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് കേട്ട് ഈ പിള്ളേരെ എങ്ങനെ വളർത്തും എന്നുള്ള ടെൻഷനിലാണ് വീട്ടിൽ പോയതെങ്കിലും എൻ്റെ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പുള്ളി കയറി ചെന്നപാട് ഫോൺ എടുത്ത് കൂട്ടുകാരി സൗമ്യയെ വിളിച്ച് 1.5 മണിക്കൂർ സംസാരിച്ചു. നിങ്ങൾ പറ, ഇമാതിരി ദുരന്തങ്ങളുള്ള വീട്ടിൽ ഞാൻ എങ്ങനെ അടിയുണ്ടാക്കാതിരിക്കും? അതുപോലെ തന്നെയാണ് ഈ മക്കളുടെയൊക്കെ അഡ്മിഷൻ്റെ കാര്യം. കാരണം അവർക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് രമേശ് ചേട്ടാ. നമ്മൾ വൈകണ്ടാന്ന് വിചാരിച്ചിട്ടേ കൊച്ചിന് 1.5 വയസ്സായപ്പോൾ തന്നെ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ ബുക്ക് ചെയ്യാൻ പോയി.
അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറയാ, സോറി നിങ്ങൾ ലേറ്റ് ആയിപ്പോയി. ഇവിടെ ഓരോരുത്തരൊക്കെ കൊച്ചിന് തയ്യാറെടുത്തതിൻ്റെ അന്ന് തന്നെ വന്ന് പറയും, ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ഒരു അഡ്മിഷൻ വേണമെന്ന്. ഇത് കേട്ടപ്പോഴാ 7ാം ക്ലാസ് വരെ ഫ്രീ ആയിട്ട് അരി കിട്ടും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് 10 മക്കളെയും പഠിപ്പിച്ച എൻ്റെ അമ്മൂമ്മ എനിക്ക് ഓർമ്മ വന്നത്. ഈ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവരൊക്കെ എങ്ങനെയാ ഈ 10-12 പിള്ളേരെയൊക്കെ വളർത്തണല്ലേ, നമുക്ക് 2 എണ്ണത്തിനെ വളർത്താൻ പറ്റണില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് 2 ടിപ്സേ ഉള്ളൂ. 1 ചട്ടാൻ പഠിപ്പിച്ച് ചന്തിക്ക് വെക്കുക, 2 10 മാസത്തിന്റെ കഥ പറയുക. 10 മാസം ചുമന്ന് പ്രസവിച്ച ഈ അമ്മയോട് നീ ഇത് പറയണോടി, നീ ഇത് പറയണം. ഈ ഒരു ഡയലോഗിൽ തീരാത്ത ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്കപ്പോൾ തോന്നിയിട്ടുണ്ട് വല്ല ടെസ്റ്റ് ട്യൂബിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. എന്നാൽ പിന്നെ ഇതേ ടെക്നിക്ക് എൻ്റെ പിള്ളേരോട് പ്രയോഗിക്കാൻ നോക്കിയപ്പോഴോ, അമ്മ ഒരു സ്ത്രീയുടെ ഗർഭകാലം 9 മാസവും 10 ദിവസമാണ്. അതിലും നിങ്ങൾ എന്നെ പ്രസവിച്ചത് 8ാം മാസത്തിലാണെന്നാണ് ആ കുരുത്തം കെട്ടത് എന്നോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ അമ്മ എന്നോട് ചെയ്ത പോലെ ഈ ഹോർലിക്സ് കുപ്പിക്കകത്ത് പാറ്റാ ഗുളിക ഇട്ട് വെക്കുക, ബീഫ് കറിയാന്നും പറഞ്ഞ് സോയാബീൻ തരിക, നല്ല ഫ്രഷ് മല്ലിയില വാങ്ങിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബിരിയാണി ഇന്നുണ്ടാക്കി തരാം നാളെ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് അതിനെ കരിയിച്ച് കളയുക, ഈ വക പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഭയങ്കര ഡീസൻ്റ് അമ്മയാ. പക്ഷേ എൻ്റെ മോൻ്റെ മാർക്ക് അയൽവക്കത്തെ രമണിയുടെ മോൻ്റെ മാർക്കിനേക്കാൾ ഒന്ന് കുറഞ്ഞ അവനെ പെരക്കി ചുറ്റും തല്ലാൻ ഓടിക്കുകയും ചെയ്യും. 4 ആക്കി മടക്കി കൂട്ടി എൻ്റെ അമ്മായിയുടെ വീട്ടിൽ നല്ല നടപ്പിന് വിടുകയും ചെയ്യും. കാരണം പാരന്റിങ്ങിൽ എൻ്റെ അമ്മായി ബെസ്റ്റാ. ഈ ഞാൻ തന്നെ ഇപ്പം ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റും എൻ്റെ അമ്മായിക്കാ. കാരണം എൻ്റെ അച്ഛനെ അമ്മയും പാരന്റിങ് പഠിപ്പിച്ചതേ ഇന്നത്തെ പോലെ യൂട്യൂബ് അല്ല, എൻ്റെ അമ്മായിയാ. പക്ഷേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ എൻ്റെ ബുക്കിൻ്റെ ഇടയിൽ ഏതോ ഒരു വേട്ടാവിളിയന് ഒരു ലവ് ലെറ്റർ വെച്ചു. അമ്മായി അത് പൊക്കി. അതിന് എന്നെ മരത്തിൽ കെട്ടിയിട്ട് അടിച്ചു എന്ന് മാത്രമല്ല, ഒരാഴ്ച സ്കൂളിലും വിട്ടില്ല. ഇതേ അമ്മായിയുടെ കല്യാണം ഉറപ്പിച്ച മോള് ഇന്നലെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ വിവരം അറിഞ്ഞ് ഞാൻ വിളിച്ചപ്പോഴേ ഈ അമ്മായി പറയാ, അതൊക്കെ വിട്ടേക്കടി മോളെ, പ്രായത്തിൻ്റെ ഓരോ കുസൃതികളല്ലേന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ഭാര്യയും അമ്മയും മാത്രമല്ല ഈ അമ്മായും ന്യൂ ജനറേഷൻ ആയി എന്ന്. താങ്ക് യു. ലിയ നല്ല രസമായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. സൂപ്പർ. ലിയെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശേഷമൊന്നും ചോദിച്ചില്ല. പാലക്കാട് നിന്നാണ് വരുന്നത് മനസ്സിലായി. എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്, LP-UP സ്കൂൾ ടീച്ചറായിരുന്നു. പക്ഷെ ഇപ്പൊ ഡെലിവറിയുടെ ഒക്കെ ലീവ് എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഹൗസ് വൈഫ് ആണ്. അപ്പൊ ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അടിപൊളി, സൂപ്പർ. എനിവേ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാം. ജഡ്ജസ്. ലിയ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേട്ടാ. ലിയ ഈ കയ്യിൽ എഴുതിക്കൊണ്ട് വരുന്നതൊക്കെ കൃഷിയാക്കി, അതൊക്കെ ബുദ്ധിപരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് പറ്റിയെന്നുള്ളതൊരു ബുദ്ധി തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരാൾ കയ്യിൽ എഴുതിയൊന്നും അറിയണ്ട. കാരണം ഇപ്പോൾ ഓരോ എപ്പിസോഡ് തോറും പോകുന്ന മത്സരമാണല്ലോ. അതിനകത്ത് ആര് നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചു എന്നുള്ളത് കൂടുതൽ നോക്കുന്നുള്ളൂ. ലിയ ആ കാര്യത്തിൽ വളരെയധികം വിജയിച്ചു. ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും വളരെയധികം കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചു പോയത്. അതെല്ലാം നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു. സൂപ്പറായി. പിന്നെ ചേട്ടനോട് ഒരാൾ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ആരാ? എന്റെ ഹസ്ബൻഡ്. എന്താ പറഞ്ഞത് പുള്ളി പരിപാടിക്ക് എന്നെ പോവാൻ പറഞ്ഞത് തന്നെ ചേട്ടൻ ഞാൻ കാണാൻ വേണ്ടിയിട്ടും എന്റെ ആളുടെ അന്വേഷണം പറയാൻ വേണ്ടിയിട്ടും. പുള്ളിയോടും നമ്മുടെ അന്വേഷണങ്ങൾ പറയൂ. കാരണം എപ്പോഴും ഒരു വലിയൊരു സപ്പോർട്ടീവ് പാർട്ണർ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. രചന, ലിയ, വെരി ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ വിത്ത് ഫുൾ കോൺഫിഡൻസ്. താങ്ക് യു. അടിപൊളി. ഇതിന്റെ സ്ക്രിപ്റ്റ് ലിയ തന്നെയാണോ? ഞാൻ തന്നെയാണ്. പിന്നെ ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗംഭീരായിട്ടുണ്ട്. ഇനിയും ഇതുപോലെ നല്ല നല്ല പെർഫോമൻസസ് ആയിട്ട് ലിയക്ക് വീണ്ടും ഇവിടെ വരാൻ സാധിക്കട്ടെ. ശാന്തി. ലിയ അടിപൊളി, നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രസന്റ് ചെയ്തു. ലിയ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അത് കാണാമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കൗണ്ട് പറയുമ്പോൾ കയ്യിലേക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് അത് വർക്കായി. താങ്ക് യു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഞാനിപ്പോ എന്താ പറയണേ, ഇപ്പൊ ആ പാട്ടുപാടിന്റെ പൂമുഖവാതിൽക്കൽ സ്നേഹം നിറമ്പൊന്നാന്ന് പറഞ്ഞ ആ കവി മിക്കവാറും കല്യാണത്തിന് മുമ്പായിട്ട് എഴുതിയ പാട്ടായിരിക്കുള്ളൂ. അത് കല്യാണം കഴിഞ്ഞെങ്കിൽ പിന്നെ അങ്ങനെ എഴുതൂല. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത പെർഫോമൻസും കൂടി കണ്ടതിന് ശേഷം റിസൾട്ട് അറിയാം. താങ്ക് യു. നല്ലൊരു കയറി. തുടങ്ങല്ലേ? നമുക്കൊന്ന് പൊളിക്കാല്ലേ? റെഡിതാ വരവാ അണ്ണനാ ഇറങ്ങി വരവാ തിരുക്കൊടിക്കര ചിങ്കത്തെ
എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ ഗുരുവായൂർ കേശവൻകുട്ടി, ഗുരുവായൂർ ലക്ഷ്മിക്കുട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഫേമസ് അല്ലേ? അവിടെ ഒരു വേറൊരു കുട്ടി കൂടി ഉണ്ട്, ഗുരുവായൂർ മാളു. കേട്ടിട്ടുണ്ടോ? ഈ കുട്ടിയാണോ? ആ, ഞാൻ മനസ്സിലായില്ലേ, അപ്പൊ ഞാനും ഫേമസ് ആണ്. ബൈ ദ വേ, ഞാനിപ്പോ ഇവിടെ പാട്ടൊക്കെ തുടങ്ങി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഭയങ്കര വൈബാക്കിയിട്ട് നിൽക്കണം എന്ന് എൻ്റെ വലിയ സ്വപ്നമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്വപ്നത്തെ കുറിച്ചാണ്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ. എൻ്റെ പൊന്നു രമേശ് ചേട്ടാ, എൻ്റെ താത്ത, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ അങ്ങനെ ഇരിക്കണമെന്നുള്ളൂ, ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്നുള്ളൂ. നമ്മൾ എൻ്റെ ഒരു വിവരം ഒന്നാ. എനിക്ക് ഈ വായിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ നേരത്തെ സിനിമ പേര് ചോദിച്ചല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണും, ചിരിക്കും, അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ചേട്ടനൊക്കെ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇങ്ങനെ ഗോസിപ്പുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല. അതാണ് എൻ്റെ ഒരു കാര്യം. ബൈ ദ വേ, ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വപ്നത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടായിരിക്കും കേട്ടോ, നിങ്ങളത് ക്ഷമിച്ചേക്ക്. അപ്പം നമ്മളെ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് യഥാർത്ഥ സ്വപ്നങ്ങളെന്ന്. തേങ്ങാക്കൊല. ഇങ്ങനെ ഉണർന്നിരുന്ന് കണ്ടതിന് ക്ലാസ്സിലെ ടീച്ചർ മുതൽ വീട്ടിലെ അമ്മായിമ്മ വരെ എന്നെ പറയാത്തൊന്നുമില്ല. എന്തിന്? ഞാൻ കണ്ട ലോകങ്ങളൊന്നും നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര പോലും കണ്ടിട്ടുണ്ടാവില്ല. ജസ്റ്റ് എക്സാമ്പിൾ, ഞാനിന്ന് പാരീസിലാണെങ്കിൽ നാളെ ഞാൻ അമേരിക്കയിലാണ്. മറ്റൊരു ദിവസം ഞാൻ ലണ്ടൻ്റെ ഒക്കെ ഇങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെ എത്താറാകുമ്പോൾ പെട്ടെന്ന് എമർജൻസി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറുണ്ട്. എടി നേരെ വെളുത്തടി എനിക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയോൻ്റെ ഒരു നിലവിളി. സത്യത്തിൽ നിങ്ങളൊക്കെ അലറാം വെക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 5:30 നിങ്ങൾ അലറാം വായന ഇല്ല, അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ ഈ 5:30 ഇപ്പോൾ ചേച്ചിയോട് ചോദിക്കാം, ഒരു 5:30 അലറാം വെക്കുകയാണ്. ആ അതന്നെ ആ സാധനം വെക്കുകയാണ്. അപ്പൊ ചേച്ചി എപ്പോ വെക്കും? 5:30 എണീക്കണം. എപ്പോ വെക്കും? 5:25. ചേട്ടൻ എപ്പോ വെക്കും? 5:30. എപ്പോ? 5:30. നമ്മള് താത്ത വെക്കോ? ഞാൻ വെക്കാറേ ഇല്ല, എനിക്ക് തോന്നി. പക്ഷെ ഞാൻ 5:30 എണീക്കണത് 5:05, 5:10, 5:15, 5:20, 5:26, 27, 28, 30. സത്യത്തിൽ എനിക്ക് അപ്പോഴേ എണീക്കാൻ പറ്റൂ. അപ്പൊ നമ്മളെ ഈ എന്താ പറയാ, നമ്മളെ പല മഹാന്മാരും ഈ സ്വപ്നത്തെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സ്വപ്നം കാണാൻ പറ്റിയിട്ട് എൻ്റെ കെട്ടിയൻ എന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പറയാണ്ടിരിക്കും? നമ്മളെ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ചേസ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞപ്പോ ഓക്കെ ലെറ്റ്സ് ഗോ ചേസ് യുവർ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ കെട്ടിയൻ. അല്ല, ചിരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങള് ഇവരാണുങ്ങളേണ്ട് കൂടുതൽ സ്വപ്നം കാണുന്ന ആൾക്കാരാണ് അല്ലേ? സമ്മതിച്ചു. ഈ സ്വപ്നം തന്നെ എൻ്റെ ഒരു എനർജി വന്നത് എവിടെയാന്ന് അറിയോ? എൻ്റെ ഒരു അച്ഛമ്മ ഉണ്ട്. എൻ്റെ ഒരു അച്ഛമ്മല്ല, എൻ്റെ അച്ഛമ്മ ഉണ്ട് കേട്ടാ. അച്ഛമ്മ ആ ഒരു വേണ്ടാത്ത വന്നതാ. അപ്പൊ അച്ഛമ്മ ഉണ്ടായിരുന്നു. അച്ഛമ്മയുടെ ഇതിലാണ് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഞാനിങ്ങനെ എഴഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ അച്ഛമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ ഞാനൊന്ന് എണീറ്റ് നടക്കണമെന്നായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോയി ഇറങ്ങി നോക്കുമ്പോൾ അച്ഛമ്മയുടെ സ്വപ്നം എന്ന് വെച്ചാൽ എങ്ങനെയാലും ഇവളെ കെട്ടിച്ചു വിടണമെന്നായിരുന്നു. അച്ഛമ്മയുടെ സ്വപ്നമാണ്. ഈ വെറ്റില അടയ്ക്കൊക്കെ കൊടുത്ത് അച്ഛമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊമ്പിട്ടപ്പോൾ അച്ഛമ്മേൻ്റെ ചെവിയിലൊന്ന് പറഞ്ഞു, എൻ്റെ മോളെ 2 കുഞ്ഞിക്കാല് കാണണം. അതാണ് അച്ഛമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം. വയസ്സായ തള്ളയാണേ, പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ ഇന്നോ നാളെയോ കൊടുക്കണ. 2 അല്ല 4 കുഞ്ഞിക്കാല് ഞാൻ കാണിച്ചു കൊടുത്തു. 4 കഴിഞ്ഞ ദിവസം വായു വലിച്ചെടുക്കണ അച്ചമ്മയ്ക്ക് വിക്സ് മിഠായി ആയിട്ട് ചെന്ന ഞാൻ എന്നോട് പറയാ, എടി മോളെ, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ നൂലുകെട്ട് കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഈ കിളവി കഴിഞ്ഞ ദിവസം ആശുപത്രി കിടക്കുമ്പോൾ കാലൻ്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നതാ. ഇതിപ്പോ എൻ്റെ തലമുറ എന്നല്ല, ബാക്കി 3 തലമുറയുടെ സ്വപ്നം കണ്ടു കിടക്കുക. പക്ഷെ അച്ഛമ്മയുടെ കാര്യം പറഞ്ഞാൽ അച്ചാച്ചൻ പിണങ്ങും. അപ്പൊ നമ്മൾ അച്ചാച്ചന്റെ കാര്യം പറഞ്ഞാൽ ഇവര് തമ്മിൽ ഭയങ്കര കോംബോ ആണ്. സ്നേഹം ഒടുക്കത്തെ സ്നേഹം. അച്ചാച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിലും നിമിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അച്ചാച്ചൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ എന്താ പറയുക, ഈ നിറക്കുടം കണ്ടിറങ്ങണം എന്നാണ് അച്ചാച്ചൻ്റെ ആഗ്രഹം. താത്ത ഓർമ്മയുണ്ടോ കുടത്തി വെള്ളം? അപ്പൊ ഈ ഇറങ്ങുമ്പോ അച്ചാച്ചൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. ഈ കൊടായിട്ട് മുറ്റത്ത് വന്നിക്കും. പക്ഷേ അച്ചാച്ചൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് വെള്ളം പിടിക്കുന്ന ജാനമ്മയുടെ നിറക്കൂടായിരുന്നു.
ഒരു ദിവസം അച്ഛമ്മ അത് പിടിച്ച് ആ കുടവും കാലയാക്കി അച്ചാച്ചപ്പോ ഭിത്തിയിൽ പടവും ആയി. നോക്കിയിട്ട് കാര്യമില്ല, അതാണ് അവര് കോപ്പം അങ്ങനെയാണ്. പക്ഷോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് വന്നത് നിങ്ങൾ എന്താന്ന് വിചാരിച്ചു ചോദിച്ചില്ലല്ലോ ആരും. എന്തേ? പക്ഷോ എനിക്ക് നാണോ എന്നാ പറയണ്ട. അല്ല പറയും. അതെ ചേച്ചി എന്തായാലും പറഞ്ഞല്ലേ, ചേച്ചിയുടെ മനസ്സിലെ ഒരു കല്യാണം എന്ന് പറയുന്ന ചിന്ത വന്നത് എപ്പോഴാ? ആക്ച്വലി കല്യാണം കഴിക്കണ്ട, നിങ്ങളൊന്നും കല്യാണം കഴിക്കണ്ട. 2ാം ക്ലാസ്സില് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. 2ാം ക്ലാസ്സിൽ ഓക്കെ. എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ ചിന്ത വന്ന എപ്പോഴാന്നറിയോ? സിനിമ കണ്ടു തുടങ്ങിയപ്പോഴാ. സിനിമ കണ്ട അപ്പൊ തോന്നും കല്യാണം കഴിക്കണം എന്ന്. എന്നുവെച്ചാൽ 2 മിനിറ്റ്, ഒരു പാട്ട് സീനിൽ 2 മിനിറ്റ് കൊണ്ട് നായിക പ്രസവിക്കുന്നു, കുട്ടീനെ വളർത്തുന്നു, അംഗൻവാടിയിലാക്കുന്നു. എന്റെ പൊന്നു പിഷാരടി ചേട്ടാ, ഇതൊന്നല്ല ജീവിതം. 11 എഴയുന്നു. ചിലപ്പോ തോന്നുന്നു ഇവന് സ്പൈഡർമാന്റെ കിഡ്നിയാണോ ദൈവം വെച്ചെടുക്കുന്നത്, ഉത്തരത്തിലൊക്കെ പിടിച്ച് കേറുന്നേ. ചിലപ്പോ തോന്നും ദൈവം ഇവന് പല്ലിയുടെ കിഡ്നിയാണോ വെച്ചെടുത്തത്, കാണാണ്ടാകുമ്പോ കട്ടിന്റെ അടിയിൽ കൊട്ടിപ്പിടിച്ചെടുക്കുന്നതാണ്. പൊതുവെ ഞങ്ങൾ യൂത്ത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കല്യാണം ഇവിടെ കല്യാണം കഴിഞ്ഞവരുണ്ടോ? ഉണ്ടല്ലേ? ഇല്ലേ? ചെന്നിട്ട് ചേച്ചി മിണ്ടാണ്ടിരിക്കണം, ഞാൻ കല്യാണം കഴിഞ്ഞതല്ല വെച്ചിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ എല്ലാ പെൺപിള്ളേർക്കുള്ള ഒരു സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര എന്നെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് ഉറങ്ങാൻ പറ്റണേ. ഇല്ലേ? എന്നിട്ട് എന്താ കൈ അടിക്കാത്തേ? കാരണം എല്ലാ പെൺപിള്ളേരുടെ സ്വപ്നമാണ് രാവിലെ മുതൽ എല്ലാം ഇന്ന് പറയും ചോറും കറിയും വെച്ച് വീട് അടുക്കള തുടച്ച് തേങ്ങ ഇതൊന്നും വേണ്ടാണ്ട് ഒരു ദിവസം മുഴുവനായിട്ട് കിടന്നുറങ്ങണം എന്ന് സ്വപ്നത്തിൽ. ആ ഒരു കാര്യത്തിൽ ഞാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അയ്യോ നക്കും, ഹോട്ടലിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ യോ. ഇതാണ് എൻ്റെ സ്റ്റൈല്. പക്ഷേ എനിക്ക് കിട്ടിയ ഭർത്താവ് പിശുക്കൻ്റെ പിശുക്കൻ. നിങ്ങൾ വിചാരിക്കും കാശിന് മാത്രമാണ്, റൊമാൻസിന് പോലും പിശുക്കാണ് എൻ്റെ പിഷാരി ചേട്ടാ. നശിച്ച് എൻ്റെ സ്വപ്നം അവിടെ തീർന്നു. ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ പൊതുവേ ഈ സ്വപ്നം പിഷാരി ചേട്ടൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി റൈഡിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. ഇല്ല പറഞ്ഞു ഇതൊന്നും എൻ്റെ ഈ ഭാഗം വേണ്ട കേട്ടോ. രാത്രി റൈഡിന് പോകണം എന്നാണ് നമ്മൾ പെൺപിള്ളേരൊക്കെ ഒരു ആഗ്രഹം. ഞാൻ എൻ്റെ ചേട്ടനോട് പറയും, ചേട്ടാ നമുക്ക് 2 മണിയൊക്കെ ആയാലോ എണീപ്പിക്കും, നമുക്കൊന്ന് റൈഡിന് പോകാന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് പറയും നിനക്ക് ഭ്രാന്താടി, നട്ടപ്പാതിരിക്ക് റൈഡിനൊക്കെ പോകണം, കിടന്നുറങ്ങോടെ എന്ന് പറയും. റൊമാൻസ് വരുന്നുണ്ടാ? പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടപ്പുറത്തൊക്കെ വൈകിട്ടൊക്കെ ഇങ്ങനെ പോയിരുന്ന് കാറ്റൊക്കെ ഇങ്ങനെ ഒരു ഫീൽ, ഒരു ഭയങ്കര ഒരു സുഖ. അപ്പൊ താനെ റൊമാൻസ് ഒക്കെ വരും. ഇത് ഇങ്ങനോട് പറഞ്ഞപ്പോൾ പറയും നിന്റെ തന്ത വന്ന കേട്ടോ ടോർച്ച് അടിച്ച് കാണിച്ചു തരൂ, ആ കണ്ണു കാണാൻ വന്നിട്ട് ഒക്കെ പോട്ടെ. അറിയാലോ സിനിമ കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഈയിടെ എൻ്റെ അടുക്കള വെച്ച് എൻ്റെ കൈയൊന്ന് മുറിഞ്ഞേ. അപ്പൊ എൻ്റെ മനസ്സിൽ ചേട്ടൻ്റെ അടുത്ത് ഓടി വരുന്നു, മുണ്ട് വലിച്ചു കയറുന്നു, കയ്യിൽ ചുറ്റുന്നു, വെള്ളമെടുത്തന്നെ എന്നെ കസാരയെ കൊണ്ട് ഇരുത്തുന്നു. ഇതാണ് കണ്ടത്. ഞാൻ ഇങ്ങനെ അടുത്ത് കൊണ്ടോ ഇപ്പോൾ ഇതിൽ 2 ഞെക്കും ഞെക്കിട്ട് പറയാം, ഓ ഇത് തരി മഞ്ഞപ്പൊടി ഇട്ടാൽ തീരാന്ന് പ്രശ്നമുള്ളൂ. ഒക്കെ പോട്ടെ, എല്ലാം മച്ചളഞ്ഞേക്കും. എല്ലാ സിനിമയിലും ഭാര്യനെ ഭർത്താവ് എടുക്കുന്നു, കാമുകനെ എടുക്കുന്നു. ഞാൻ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് സത്യത്തിൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു എന്നുള്ള യാതൊരു തെളിവില്ല കേട്ടോ. വീട്ടിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലാണ്ട് ഒരു ഫോട്ടോ ഇല്ല, ഒരു വീഡിയോ അല്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്ത് ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളത്. അങ്ങനെ നല്ല ആ പാട്ടില്ല, അതൊക്കെ വെച്ച് അടിപൊളി റൊമാൻസ് ചേട്ടൻ എന്നെ ഇങ്ങനെ പൊക്കി എടുക്കണു. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ബാഹുബലി ശിവലിംഗം പൊക്കി എടുക്കണ പോലത്തെ ഒരു പിടുത്തം ഞാൻ വെളിയിൽ കാണിച്ചില്ല. എന്നെ പൊന്നു രമേശ് ചേട്ടാ, ഈ സ്വപ്നത്തിന്റെ കാര്യത്തിൽ എൻ്റെ കാര്യം ഇപ്പം ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ നമ്മൾ പാർട്ട്ണറായിട്ട് ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ സ്വപ്നം കൂടി നമ്മൾ നോക്കണം. ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ സ്വപ്നം എന്താണ്, നമുക്ക് അത് ഇതായിട്ട് പോവാന്ന്. ചേട്ടൻ പറഞ്ഞു, ഇനി ഒറ്റ കാര്യമുള്ളൂ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിയും ബോധം വെക്കണം, അതാണ് എൻ്റെ സ്വപ്നം എന്ന്. ചേച്ചി നമ്മള് സ്ത്രീകൾക്ക് എന്താ വേണ്ടത്? ബുദ്ധിയും ബോധവും. അയ്യാടാ അല്ലേ, അത് ഇവിടുത്തെ ഗ്രൂമർ രതീഷായിട്ട് വന്നെന്നോ. ഇവിടെ പെമ്പിള്ളേർക്ക് വേണ്ടത് വല്ല കണ്ടന്റും കൗണ്ടറും എൻഡ് പഞ്ചും. എന്തായാലും രമേശ് ചേട്ടാ, സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഇനി ഒന്നും പറയല്ല. താങ്ക് യു. സൂപ്പർ വാട്ട് ആൻ എനർജറ്റിക് പെർഫോമൻസ്. താങ്ക് യു. പൊളിച്ചടിക്ക്. മാണോ എവിടുന്നാ വരുന്നേ?
ഞാൻ സത്യം ഗുരുവായൂർന്നാണ്. ഗുരുവായൂർന്നാണ്. ഓക്കെ. എന്താ ചെയ്യുന്നത് വേറെ? ഞാൻ കുഞ്ഞേതായിട്ട് ചെറുതായിട്ട് ഒരു ആർട്ടിസ്റ്റ് ആണ്. കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ വന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അടുത്ത് നമ്മളെ ഡയാനയുടെ കൂടെ ഒരു ഫിലിം കൂടി ചെയ്യാൻ പറ്റി. അതൊന്നും ഒരു കുറവല്ല. ഏത് സിനിമയാ ചെയ്തേ? സംഭവ സ്ഥലത്ത് നിന്നും. നിങ്ങളുടെ സംഭവ സ്ഥലത്ത് നിന്നും നിങ്ങളുടെ കോമ്പിനേഷൻ ഗംഭീരമാവട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഈ മാളുവിന്റെ പെർഫോമൻസ്. ഗുരുവായൂർ മാളു ഗംഭീരമായി പ്രകടനം കേട്ടോ. മാളു എന്ന് പറയുന്ന ആള് ഈ എന്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നുള്ളതൊന്നുമല്ല. നമുക്ക് മാളുവിൽ നിന്ന് മാറാൻ ഒരു സമയം കിട്ടില്ല. തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്തോട്ട് ശ്രദ്ധ തെറ്റിക്കാനോ മറ്റെന്തെങ്കിലും ചിന്തിക്കാനോ സമയം തന്നെ. എല്ലാവരും അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, അവിടെ എല്ലാവരും ഇങ്ങനെ വിളിച്ച് കഥ പറയുന്നതല്ലേ. അപ്പൊ ശ്രമങ്ങൾ തുടരുക. ഗംഭീരമായി കേട്ടോ. തീർച്ചയായും ഒരുപാട് സന്തോഷം. മാളു, ഗുരുവായൂർ മാളു. അയ്യോ അങ്ങനെ തിരിച്ചു പറ. അല്ല, ഗുരുവായൂർ എന്റെ ഫേവറേറ്റ് പ്ലേസാ. എന്നെ ഏറ്റവും അടുത്തറിയണ ആൾക്കാർക്ക് അറിയാം. ഞാൻ മിക്ക സമയത്തും ഗുരുവായൂർ, വീട്ടിലില്ലാത്ത സമയത്തൊക്കെ കൂടുതലും ഗുരുവായൂരായിരിക്കും ഉണ്ടാവുക. ഒരു വിൽ പവറോട് കൂടിയിട്ട് നമുക്ക് എന്തും തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ആ മനസ്സുണ്ടല്ലോ, അതന്നെയാണ് ഇന്ന് ഇവിടെ മാളുവിന്റെ പെർഫോമൻസിൽ കാണാൻ സാധിച്ചത്. അപ്പൊ മാളു, ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു. മാളു വളരെ പോസിറ്റീവ് വൈബ് ഉള്ള ഒരാളാണ്. മാളു ആ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ആ പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സോളാണ് മാളുവിൻ്റെ. ഈ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ കഠിനാധ്വാനം, ഈ ചിരി, ഇതിനൊക്കെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ. ഒത്തിരി സന്തോഷം മാളുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് നിറം സിനിമയിലെ കോവേസറിലേന്നില്ലേ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും. അപ്പൊ ഈ ഗുരുവായൂർ മാളു എന്നുള്ളത് മാറ്റിയിട്ട് ഗുരുവായൂർ സരളാന്നാക്കിയാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമസ്കാരം. നമസ്കാരം. പുതിയ സീസണിലെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ അമ്മാവൻ വന്നിരിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി നമസ്കാരം. ഞാൻ കണ്ടില്ലട്ടോ, ഞാൻ സന്തോഷത്തിന്റെ ഇതിലായി പോയി. വിഷു അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കല്ലേ? നമ്മൾ അടിച്ചു പൊളിക്കും. അല്ല, അടിച്ചു പൊളിക്കണം. അപ്പൊ എനിക്ക് ഇവിടെ മാത്രമല്ല എനിക്ക് അടിച്ചു പൊളി, എനിക്ക് പുറത്തുണ്ട്. നമ്മുടെ ഒരു കമ്പനിയിൽ നിന്ന് കൂടുന്നുണ്ട്, ഷൺമുഖനൊക്കെ ആയിട്ട്. നമ്മുടെ ഇതിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ അവർക്കൊരു ചെലവാണ്. അപ്പൊ പിന്നെ നമ്മൾ തുടങ്ങിയുള്ള പരിപാടി തുടങ്ങിയാണ്. എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടും ഇപ്പൊ? ആ ഒരു എപ്പിസോഡ് തീരണ്ട. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ അഡ്വാൻസ് വെച്ചാൽ എങ്ങനെ തരാൻ പറ്റും? അല്ല, ഇപ്പൊ ഈ അഡ്വാൻസ് കിട്ടി എനിക്ക് അവിടെ ഷെയർ ഇട്ടാലേ എനിക്ക് മറ്റേ വൈകിട്ട് ആ കാര്യം നടക്കുള്ളൂ. അവിടെ താരം മേടിക്കാൻ പോകണമെങ്കിൽ ഷെയർ ഇടണം. അമ്മ അങ്ങനെ ഒരു മദ്യപാനം എനിക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ല. പ്രോത്സാഹിപ്പിക്കണ്ട, ഞങ്ങള് കഴിച്ചോളാം. നിങ്ങളോട് ഇരുന്നോ, നിങ്ങൾ പൈസ മാത്രം തന്നാ നിങ്ങളെ ശല്യം ചെയ്യില്ല. നിങ്ങൾ ആരൊക്കെയുണ്ട് കമ്പനിക്കാരൊക്കെ? സംഭവം എന്ന് വെച്ചാൽ കമ്പനി, നമ്മുടെ കമ്പനി അടിപൊളി കമ്പനിയാണ്. ഷൺമുഖൻ അറിയോ? പിടിച്ച ആളല്ലേ? അത് തന്നെ, അത് തന്നെ. കമ്പനിയുണ്ടോ? അവൻ നല്ല കമ്പനിയാണല്ലോ. എന്തായാലും അവൻ എന്തിനു പിടിച്ചോട്ടെ, കമ്പനിയാണ്. ഞാൻ കമ്പനി മാത്രം നോക്കുള്ളൂ. അപ്പൊ എന്തായാലും ഷൺമുഖൻ ഈ പലതരത്തിൽ അടിക്കുന്ന ആളാ അല്ലേ? പലതും മിക്സ് ചെയ്ത് ശാന്തിക്കൊന്നും അറിയില്ലെന്നല്ലേ മോളെ? ഇതൊക്കെ അറിയോ? ബിരിയാണിക്ക് കള്ളുടിക്കൂല. അപ്പൊ ഞാൻ ഇവർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ഷൺമുഖനെ കുറിച്ച് ഒരു പാട്ടിലൂടെ വ്യക്തമാക്കി തരല്ല, ഒക്കെ മനസ്സിലാവും. ആയിക്കോട്ടെ. അഞ്ചര പെക്കതും പോരാതെ ഷൺമുഖൻ വാറ്റിയ ചാരായം കേറ്റി അവൻ ബിയറിലും കരിയറുണ്ടാക്കി. അഞ്ചര പെക്കതും പോരാതെ ഷൺമുഖൻ വാറ്റിയ ചാരായം കേറ്റി അവൻ ബിയറിലും കരിയറുണ്ടാക്കി. 5-8 ബ്രാൻഡുകൾ ഒന്നിച്ചടിക്കുവാൻ, 5-8 ബ്രാൻഡുകൾ ഒന്നിച്ചടിക്കുവാൻ ബാറിലെ കോർണറിൽ കേറി അവൻ ഷെയറിടാൻ പ്രാവീണ്യം നേടി. വല്യമ്മ തല്ലും ചെല്ലാതിരുന്ന സൺഡേയിലൊരു ബിയർ പതിവുള്ളതാ. വല്യമ്മ തല്ലും
ചെല്ലാതിരുന്ന സൺഡേയിലൊരു ബിയർ പതിവുള്ളതാ. ഷുഗറിനു മധുരം വേണ്ടെന്ന സന്ദേശം സുനിൽ എബ്രഹാം ഡോക്ടർ പറഞ്ഞു തന്നു. ആൽക്കഹോളിൻ്റെ കണ്ടന്റ് കൂടിയാൽ ലിവറിൽ സിറോസിസ് നിറയുമെന്ന്. 5 പെക്കതും പോരാതെ ഷൺമുഖൻ വാറ്റിയ ചാരായം കേറ്റി അവൻ ബിയറിലും കരിയറുണ്ടാക്കി. ബാലു, ലിയ, നമുക്കിനി റിസൾട്ട് അറിയാം. രമേശേട്ടാ, ലിയയും മാളുവും വാശിയേറിയ മത്സരമായിരുന്നു ആദ്യത്തെ എപ്പിസോഡ് തന്നെ. നമുക്കും ആദ്യം വലിയ സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഫുൾ പെൺകുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചാൽ നമുക്ക് കണ്ടസ്റ്റൻസിനെ കിട്ടുമോ എന്നുള്ളൊരു വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നല്ല പ്രതിഭകളെ കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൽ 2 പേരാണ് നിൽക്കുന്നത്. 2 പേരും 2 തരത്തിൽ നന്നായിരുന്നു. നാട്ടുഭാഷ പറഞ്ഞ എലിമീശ വണ്ണം എന്ന് പറയും ചില ഗ്യാപ്പുകൾക്ക്. എലിമീശ വണ്ണത്തിൽ അത് പോയെന്ന് പറഞ്ഞാൽ അത്രയും നേരിയ വ്യത്യാസമേ നിങ്ങൾ തമ്മിലുള്ളൂ. ഇന്നത്തെ അത് എപ്പിസോഡിൽ 2 പ്രകടനങ്ങളിൽ ഇത് 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്ന് നമ്മളൊരു പ്രയോഗമായി പറയുന്നു എന്നുള്ളതിനപ്പുറം അങ്ങനെ ഇല്ല കേട്ടോ. 2 പ്രകടനങ്ങളിൽ കൂടുതൽ മികച്ചത് 2 പേർക്കും ക്യാഷ് അവാർഡ് ഉണ്ട്. കൂടുതൽ മികച്ചു നിൽക്കുന്നത് 94 മാർക്കുകൾ, 100ൽ 94 മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ട് ലിയ, 92 മാർക്കുകൾ മേടിച്ചുകൊണ്ട് മാളു ഒപ്പം നിൽക്കുന്നു. ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. 90ന് മേളിൽ മാർക്ക് മേടിക്കുന്നവർക്ക് ഗോൾഡൻ എൻട്രി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് വീണ്ടും ഓഡീഷൻ ഇല്ലാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് അവാർഡാണ് 1ാം സമ്മാനമായി വിജയിക്ക് ലഭിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം. അതുപോലെ പറക്കാട് നേച്ചർ റിസോർട്ട് നൽകുന്ന 2ാം സമ്മാനം. നമുക്കറിയാം വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 is exclusively for ladies. അപ്പോൾ സീസൺ 4ൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഫീമെയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ദയവായി funsupon8time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. അങ്ങനെ വൺസ് അപ്പോൺ എ ടൈം സീസൺ 4ലെ ദ വെരി ഫസ്റ്റ് വണ്ടർഫുൾ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.